ഹലോ ഡിയേഴ്സ്, ഈ തമ്പനയിൽ കാണിച്ചിരിക്കുന്ന സ്ലീവിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഇതിപ്പോൾ സ്ലീവിൻ്റെ ഒരു പാറ്റേൺ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പാറ്റേണിൻ്റെ വലുപ്പത്തിനേക്കാൾ 3 ഇരട്ടി നീളം കൂടുതലുള്ള മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി, അതായത് വീതി നമുക്ക് ആവശ്യത്തിനുള്ള വീതി എടുത്താൽ മതി ഈ തുണിക്ക്. ഓക്കെ, ഇനി നീളം വരുന്ന ഭാഗമാണ് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഹാഫ് ഇഞ്ച് വെച്ചാണ് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വീതിയുടെ ഭാഗമാണ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് വരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ സെൻറ്ററിൽ ഒരു ലൈൻ വന്നിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ആ ലൈനിൽ കൂടിയാണ് കേട്ടോ നമ്മൾ അടിച്ചു പോകുന്നത്. അപ്പോൾ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്നത് 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്നവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഒരു ഹാഫ് ഇഞ്ചിൽ ഞാൻ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതായി കാണിക്കുന്ന രീതിയിൽ അവിടെ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് വേണം. എന്നിട്ട് വേണം അടുത്ത മടക്ക് ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട്. ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഹാഫ് ഇഞ്ച് നമുക്ക് ഉള്ളിലേക്കും പോകണം. അപ്പോൾ ഹാഫും 1 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പ് പോലെ ഹാഫ് ഇഞ്ച് നമുക്കവിടെ കാണണം. പടി പോലെ നമുക്കൊരു ഹാഫ് ഇഞ്ച് അവിടെ കാണണം. അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ലെങ്ത്ത് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ താഴെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമ്മളൊരു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് ഞാൻ ഉള്ളിലേക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ താഴത്തെ പോർഷനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മറച്ചിട്ട് ഒന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പരിപാടി ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി ഒന്ന് കാണാൻ ശ്രമിക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ താഴേക്കല്ലേ നമ്മൾ പ്ലീറ്റ്സ് അടിച്ചിരുന്നേ, ആ പ്ലീറ്റ്സിനെ മേലേക്ക് മറച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ അപ്പുറം കൈ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു തുമ്പ് വരെ നമുക്ക് അതിൻ്റെ ഒരു ഫോൾഡ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് അതിന് ഭംഗി കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അതിനാണ് ഞാൻ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നത്. നമ്മൾ ആ സെൻറ്ററിൽ കൂടെ ലൈൻ ചെയ്ത് പോകുന്നല്ലോ, ആദ്യം ഒരു ലൈൻ ഇട്ട് പോന്നിരുന്നല്ലോ, സ്റ്റിച്ച് ചെയ്ത് പോന്നിരുന്നല്ലോ, ആ സ്റ്റിച്ചിൻ്റെ അവിടം വരെ നമുക്ക് ഈ ഫോൾഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണം. ഓക്കെ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൃത്യമായിട്ട് നമുക്ക് കിട്ടുക. എനിക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നിയിട്ടാണ് എനിക്ക് ഡിസൈൻ കണ്ടുകഴിയുമ്പോഴത്തേനും. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് സൈഡും അതുപോലെ തന്നെ ഞാൻ ചെയ്യാണ്. ഇനി ലൈനിങ് വെച്ച് ഈ സ്ലീവ് ഡിസൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ മറിച്ചടിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈനിങ് കൃത്യം അളവിലേക്കുള്ള ആ പാറ്റേൺ വെച്ച് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി ഇത്രയും കഴിഞ്ഞ് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടേക്കാണ്, എന്നിട്ട് ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണമല്ലോ. ഇപ്പം നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണല്ലോ കട്ട് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ലീവിൻ്റെ ഷേപ്പിലേക്ക് നമ്മളതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് ആ തുമ്പത്തേക്കൊന്ന് മാറ്റിയിട്ടേക്ക്. എന്നിട്ട് ഇവിടെ നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുത്തത് ഒന്ന് അഴിച്ച് കളഞ്ഞേക്കുക. അതിനുശേഷം ഈ കാണുന്ന ഒരു ടാഗ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി സെയിം മെറ്റീരിയൽ വെച്ച് ഇതുപോലെ റോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ആവാം. ഞാൻ കുറച്ച് സിമ്പിളായിട്ട് പരിപാടി നോക്കിയതാണേ. അപ്പോൾ പണി എളുപ്പമാക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഗോൾഡൻ കളറിലുള്ള ടാഗ് അവിടെ ഈ കാണുന്ന രീതിയിലൊന്ന് ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നേ ഒരുപാട് സ്ലീവ് ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടിട്ട് പോന്നേക്ക്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ.
ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇനി ബീഡ്സ് വെച്ച് കൊടുക്കണം. ആ റിങ് പോലെ ചെയ്തിട്ടുള്ളതിൽ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കണം. അതിതാ സൂചി നൂലും യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൈ കൊണ്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഗം വെച്ചിട്ട് അവിടെ പശ വെച്ച് അവിടെ ഒട്ടിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ച് സേഫായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന രീതിയിലൊന്ന് തുന്നിപ്പിടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ ഓരോ സ്റ്റിച്ചാണ് ഇട്ട് പോകുന്നത്. എല്ലാ മുത്തുകളും അവിടെ പിടിപ്പിച്ചതിന് ശേഷം ഓരോ സ്റ്റിച്ചും കൂടി ഇട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഉറപ്പായിട്ട് കിട്ടും അവിടെ. പെട്ടെന്നൊന്നും പറഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫൈനലി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ആ കെട്ടിൻ്റെ താഴെ നമുക്ക് ചെറിയൊരു ബോ കൂടി കൊടുക്കണം. ബോവല്ല, ചെറിയൊരു മുട്ട് പോലെ. ഓക്കെ, അപ്പോൾ അതും കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ദാഹി കാണിക്കുന്ന ആ തുമ്പിലുണ്ടല്ലോ, അവിടെ നമുക്ക് എന്തെങ്കിലും ഒന്നൊരു ഫിനിഷിങ്ങിന് കൊടുക്കണമല്ലോ. ചെറിയൊരു സ്ക്വയർ പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനെ കാണുന്ന രീതിയിലൊന്ന് കോണായിട്ട് ഒരൊറ്റ മടക്കിയേക്കാണ്. ശേഷം അതിൻ്റെ തുമ്പ് ഈ കാണുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഈ മറയ്ക്കുന്ന പോലെ 2 സൈഡിൽ നിന്നും മറച്ചു കൊടുക്കുകയാണ്. ശേഷം എന്ത് ചെയ്യണം, ആ പിടിച്ചിരിക്കുന്ന ആ തുമ്പുണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ തുമ്പ് മാത്രമല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യണ്ടേ, കുറച്ച് ഇങ്ങോട്ടേക്കും കുറച്ച് അങ്ങോട്ടേക്കും നീക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോഴല്ലേ നമുക്ക് ആ ഒരു ഭാഗം ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൈകൊണ്ട് നീക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉപകരണങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ശേഷം ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിൻ്റെ തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഭംഗിയാക്കി എടുക്കണേ. ശേഷം നമുക്ക് മറയ്ക്കാനുള്ളതാണ്. മറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു മുട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ പല ഡ്രസ്സുകൾക്കും ട്രൈ ചെയ്യാറുള്ളതാണ്. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.